ഞാൻ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന അന്നത്തെ MLA യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന അദ്ദേഹത്തിന്റെ കമ്മിറ്റിയിലെ ലിറ്ററേച്ചർ സ്റ്റേറ്റ് ചെയർപേഴ്സൺ ആയിരുന്നു. ആ കമ്മിറ്റിയിൽ തന്നെ എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടവും സ്റ്റേറ്റ് സെക്രട്ടറിയും അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ആ വ്യക്തിയെക്കുറിച്ച് ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷമാണ് ഷാഫി പറമ്പിൽ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റി നിലവിൽ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഒരു കാൻഡിഡേറ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് JS അഖിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് യൂത്ത് കോൺഗ്രസിൽ തന്നെ കോൺഗ്രസിൽ നല്ല ഒരുപാട് ആളുകളുണ്ട്. അപ്പം പേഴ്സണലി എനിക്ക് മനസ്സിലായിട്ടുള്ളതും ഒരുപാട് യൂത്ത് കോൺഗ്രസിലടക്കമുള്ള മഹിളാ കോൺഗ്രസിലടക്കമുള്ള സ്ത്രീകൾക്ക് വ്യക്തമായി ധാരണയുള്ള ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ആ വ്യക്തി പ്രസിഡന്റായി വരുന്നു എന്നും അതിനുള്ള ശ്രമം ശ്രീ ഷാഫി പറമ്പിൽ MLAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്ന് തോന്നിയപ്പോഴും ഞാൻ കൃത്യമായിട്ട് മെസ്സേജ് അയച്ചിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി എനിക്കും അനുഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ മെസ്സേജ് അയച്ചിട്ട് ഷാഫി പറമ്പിൽ MLAയോട് അന്ന് ഞാൻ സംസാരിച്ചത്. അതിന് മറുപടി തരികയോ അല്ലെങ്കിൽ ഞാൻ ഇന്ന് എഴുതിയ ആ പോസ്റ്റിൽ എഴുതിയ ഒരു സാധനം തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. കാരണം ഞാനൊരു എഴുത്തുകാരിയാണ്. സ്ത്രീപക്ഷ നിലപാടിന് ഏത് പക്ഷത്തേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് സ്ത്രീകളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എഴുത്തിലും രാഷ്ട്രീയത്തിലും സിനിമയിലും ഒക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ യൂത്ത് കോൺഗ്രസിൽ പൊതുവെ സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ കുറവായതുകൊണ്ട് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവനെ പോലെയുള്ള ഒരാളെ നിങ്ങൾ പ്രസിഡന്റ് ആക്കരുത് എന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാലോ, ഷാഫി പറമ്പിൽ ഇന്നിവിടെ ഉള്ള MP നമ്മുടെ കൂടെയുള്ള ആളാണല്ലോ, അദ്ദേഹത്തിനോട് ചോദിക്കൂ. അദ്ദേഹം നിരാകരിക്കുകയാണെങ്കിൽ അതിന്റെ തെളിവ് ഞാൻ കാണിക്കാം. മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ കേട്ടില്ലേ, യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് MA ഷഹനാസ് ഷാഫി പറമ്പിലിന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് മുമ്പേ തന്നെ പരാതി കൊടുത്തിരുന്നു എന്നുള്ളത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഒക്കെ ആവുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് എന്നുള്ളത് ഷാഫി പറമ്പിലിനോട് യൂത്ത് കോൺഗ്രസ് നേതാവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാ ഈ വെട്ടിത്തുറന്ന് പറയുന്നത് MA ഷഹനാസ്. സകല ആളുകളും മറ്റൊരു കാര്യം കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ ഒരുപാട് ആളുകളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉമ്മൻചാണ്ടിയെ പോലെയാണ്, ഉമ്മൻചാണ്ടിക്ക് വന്നതുപോലെയാണ് എന്നൊക്കെ. അത്തരം സകല ആളുകളോട് പറയാനുള്ളത്, ഉമ്മൻചാണ്ടിക്കെതിരെ വന്നിരുന്നത് പുറത്തു നിന്നുള്ള ഒരു വ്യക്തിയാണ്, പുറത്തുള്ള ഒരാളാണ് പരാതിയായിട്ട് രംഗത്തെത്തിയത്. എന്നാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയായിട്ട് കൃത്യമായിട്ട് തനിക്ക് നേരെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് MA ഷഹനാസ് രംഗത്തെത്തി പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലിനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഷാഫി പറമ്പിൽ അത് ഞാൻ തന്നിട്ടില്ല എന്ന് പറയട്ടെ, അപ്പൊ നോക്കാം ബാക്കി എന്നാ പറയുന്നത്. ഷാഫി പറമ്പിലിനെ യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കുക കൂടിയാണ് ഈ MA ഷഹനാസ് ചെയ്തിട്ടുള്ളത്. അതായത് ഉമ്മൻചാണ്ടിയും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരുപോലെയാണ്, അദ്ദേഹത്തിന് വന്നതുപോലെയാണ് രാഹുലിനെ പോലെ ഉള്ള ഒരാൾക്ക് വന്നത് എന്നൊക്കെ താരതമ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ അതൊക്കെ ഒരുപോലെയാണെന്ന് പറയുന്ന സകലരോടും പുച്ഛം മാത്ര. ഇത് യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാർ ഇയാൾ ഇങ്ങനെയാണ്, ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ന് വിളിച്ചു പറയാ. ഇതൊന്നും രണ്ടും പരാതിയാണോ? ഇതിങ്ങനെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആളുകൾ തുറന്നു പറയാ. ഇത്തരം ആളുകളെയൊക്കെ പേറി നടക്കുന്നവൻ പറയുന്നില്ല അധികം. ഈ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ന്യായീകരിക്കുന്ന ആളുകൾക്ക് ഒരു ഉളുപ്പില്ലേ. ഈ പരാതി കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ നിരന്ന് പറയാ ഇവർ ഇങ്ങനെയാണ് എന്ന്, എന്നിട്ടും ന്യായീകരിക്കുക, എന്നിട്ട് ഉമ്മൻചാണ്ടിയെയും പൊക്കി പിടിക്കുക. ഈ MA ഷഹനാസ് തന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. കോൺഗ്രസ് ഒക്കെ കേരളത്തിൽ തകർന്ന് തരിപ്പണാവാൻ പോവാ, ഒരു തർക്കമില്ല വേണ്ട. കോൺഗ്രസ് ഒക്കെ എന്താണ് എന്നുള്ളത് ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടൊന്ന് നോക്കിയാൽ മനസ്സിലാവും. കോൺഗ്രസ് ഒക്കെ നമ്മുടെ കേരളത്തിൽ തകർന്ന് തരിപ്പണാൻ പോവാ. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കാരണം ഈ വരുന്ന ത്രിതല പഞ്ചായത്തിലൊക്കെ കോൺഗ്രസ് വലിയ പരാജയം വാങ്ങും. വരുന്ന നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് ഒക്കെ വരുമ്പോൾ മനസ്സിലാവും, ഉപ്പ് വെച്ച കാലം പോലെ ആയിരിക്കും കോൺഗ്രസിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് MLA സ്ഥാനം പോലും രാജിവെപ്പിക്കാതെ, ഞാൻ MA ഷഹനാസ് തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാനത് വായിച്ചു കേൾപ്പിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരു പരാതി ഉയർന്നു വരുമ്പോൾ എനിക്ക് മനസാക്ഷി കുത്തൊന്നും ഇല്ല. കാരണം എന്താണെന്ന് അറിയാമോ? പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞു എന്ന സമാധാനമുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി രാഹുൽ മാങ്കൂട്ടത്തിനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ബഹുമാനപ്പെട്ട അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന ഷാഫി പറമ്പിൽ MLAയോട് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, തെളിവുണ്ട്.
ഒരുപാട് പെൺകുട്ടികൾക്ക് കടന്നു വരാനുള്ള ഒരു ഇടമാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം. അതിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇവരെ പോലെയുള്ള ആളുകൾ വരുമ്പോൾ നമ്മുടെയൊക്കെ പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുമെന്ന്, നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉണ്ടാവണമെങ്കിൽ ഇവരെ പോലെയുള്ള ആളുകൾ പ്രസിഡന്റ് ആക്കരുത് എന്ന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. ആ വാക്കിന് ഒരു വിലയും തന്നില്ല എന്ന് മാത്രമല്ല, നിറഞ്ഞ പരിഹാസവും പുച്ഛവുമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പറയാനുള്ളത് പറഞ്ഞില്ല എന്നുള്ള വേവലാതിയോ കുറ്റബോധമോ ഒന്നും ഈ നിമിഷവും ഇല്ല. ഇന്നും പരാതിയായിട്ട് വന്നിട്ടുള്ളത് 23 വയസ്സുള്ള പെൺകുട്ടിയാണ്. ആർക്കെങ്കിലും വേദന തോന്നുന്നുണ്ടോ? ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എൻ്റെ മകൾക്ക് 21 വയസ്സാണ്. അത് ഉണ്ടാവേണ്ടവർക്ക് അതുണ്ടോ എന്ന് ഒരു തോന്നലും ഇല്ല. കാരണം പീഡിപ്പിക്കപ്പെട്ടത് സ്വന്തം മകളോ ഭാര്യയോ അമ്മയോ സഹോദരിയോ ഒന്നുമല്ലല്ലോ, എവിടെയോ കിടക്കുന്നൊരു പെണ്ണ്. പ്രസംഗിക്കാൻ മാത്രമേ ഇവര് സ്ത്രീപക്ഷം പറയൂ. ആ അഭിനയമൊക്കെ കാണാൻ വിധിച്ചിട്ടുള്ള ഹതഭാഗ്യരാണ് നമ്മളൊക്കെ. അത് ഏത് രാഷ്ട്രീയമായാലും. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്ന MLA പിടികൂടാൻ സാധിക്കാത്ത ഒരു പോലീസ് സംവിധാനമാണോ കേരളത്തിലുള്ളത്? അല്ലെങ്കിൽ വേട്ട എല്ലാ കാലത്തും ആഘോഷിക്കപ്പെടും. ഇരകളെന്നും നിങ്ങൾക്ക് മുന്നിലൊക്കെ നരകിച്ച് ജീവിച്ച് മരിക്കും. നിങ്ങൾ പറയുന്ന അപമാന വാക്കുകളാൽ അവർ പുളയും. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ആയാലും ഏത് മേഖലയിൽ ഉള്ളവൻ ആയാലും വേട്ട ഡാഷ് ഒരു വിചാരമുണ്ട്. അതായത് പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നത് പിടിക്കപ്പെട്ടാൽ പിന്നീട് അവരുടെ തന്ത്രം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്ത്രീകളെ ചടങ്ങുകളിൽ വിളിക്കുക, പരസ്യമായിട്ട് കെട്ടിപ്പിടിക്കുക, എന്നിട്ട് സ്വയം അങ്ങ് ആനന്ദിക്കുക. അതായത് ആ വേട്ട ഡേഷ് തോന്നൽ ആണ്. കണ്ടോ ഞാൻ കെട്ടിപ്പിടിച്ചപ്പോൾ ആ സ്ത്രീകൾക്ക് ഒന്നും ഒരു കുഴപ്പവും സംഭവിച്ചില്ലല്ലോ, പിന്നെ നീയൊക്കെ എവിടെന്നാ വന്ന് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കുരക്കുന്നത് എന്ന്. നിനക്കൊക്കെ എവിടെയോ തേഞ്ഞു പോയത് എന്ന്. എവിടെയാ തേഞ്ഞു പോയത് എന്ന്. എന്നിട്ട് അവരെ ചുവപ്പും വസ്ത്രമൊക്കെ അണിഞ്ഞ് ഇരയായ പെണ്ണിന്റെ മുന്നിൽ വന്ന് കൊഞ്ഞനം കുത്തിക്കൊണ്ടേയിരിക്കും. അനുഭവം കൊണ്ട് പറയാണ്, നല്ല വേദനയാണ് ഇതിനൊക്കെ നിന്നു കൊടുക്കുന്ന പെണ്ണുങ്ങൾക്കൊരു വിചാരമുണ്ട്. നിങ്ങള് ഒരു പുരുഷനെ മഹാനാക്കിയെന്ന് തോന്നലാണ്. നിങ്ങളെ ഗതികേട് കൊണ്ട് ഈ പുകഴ്ത്തി പറയുന്ന അണികളുടെ ഉള്ളിൽ പോലും നിങ്ങളോട് പുച്ഛമായിരിക്കും. ഒരു പെണ്ണ് ഇരയാക്കപ്പെടുമ്പോൾ ആ പെണ്ണിനൊപ്പം മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായതുകൊണ്ട് ഇരകൾക്കൊപ്പമാണ് ഞാൻ എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ കോൺഗ്രസിലെ ഒരുപാട് നേതാക്കന്മാർ എന്നെ ചോദ്യം ചെയ്ത് സഖാത്തിയായ സുഹൃത്തിനെ സംരക്ഷിക്കാൻ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട്, എന്റെ പക്ഷം എന്നും സ്ത്രീപക്ഷം തന്നെയാണ്. അത് നിങ്ങൾ ചുറ്റിനും കൂടി നിന്ന് എന്നെ ആക്രമിച്ചാൽ പോലും ഇവന്റെയൊക്കെ ഉള്ളിലിപ്പ് എന്താണെന്ന്, ഇവരൊക്കെ ഒരു സ്ത്രീയെ എന്തൊക്കെ പറയുമെന്നും എന്തൊക്കെ ചെയ്യുമെന്നും ഉത്തമ ബോധ്യമുള്ള മറ്റൊരു സ്ത്രീ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് ഇരയാക്കപ്പെടുന്ന ഓരോ സ്ത്രീക്കും ഒപ്പം തന്നെയാണ് ഞാൻ. എന്നും 4 വെള്ള നിറത്തിലുള്ള ലവ് ഇട്ടത് അല്ല ഇവിടത്തെ ഒന്നും പ്രശ്നം. എന്നിട്ട് കവല പ്രസംഗം നടത്തുകയാണ് ഇവളൊക്കെ ഞാൻ ചാറ്റ് ചെയ്യുന്ന സ്ത്രീകളാണെന്ന്. അതാണ് ഇവിടത്തെ പ്രശ്നം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി എല്ലാ അധികാരങ്ങളും ആസ്വദിച്ചവരാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം. എന്നിട്ട് ഇന്ന് പാർട്ടിയെ, അതും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വക്കത്തെത്തി നിൽക്കുമ്പോൾ ഇരുട്ടിലാക്കിയ മഹാൻ കൂടിയാണ് എന്ന് നിങ്ങൾ അണികൾ ഓർക്കണം. നിങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇരകൾ എന്ന് പറഞ്ഞു വരുന്ന മുഴുവൻ സ്ത്രീകളെയും അപമാനിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ക്രിമിനൽ ആയിട്ടുള്ള വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ശ്രീ രാഹുൽ മാങ്കൂട്ടം നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികൾ കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും മത്സരിക്കുന്നുണ്ട് എന്ന ഗതികേട് കൂടി മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഇന്ന് പാർട്ടിക്ക് കളങ്കം വരുത്തിയത് നിങ്ങൾ ആഘോഷമാക്കുന്ന രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. അതിന് അയാളുടെ കൂടെ നിൽക്കുന്ന മഹാന്മാർ മഹതികളൊക്കെ ആരാണ് എന്ന് ഉറച്ച ധാരണയുണ്ട്. ഇന്നും 23 വയസ്സുള്ള പെൺകുട്ടിയാണ് പരാതിയുമായി വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അപമാനിക്കാൻ ഒരു ഇര കൂടെ ആയെന്ന് സാരം. നിങ്ങൾ അപമാനിക്കുന്നത് അനുസരിച്ച് ഇരകളായ ഓരോ പെണ്ണും പുറത്തു വരും ശക്തമായി തന്നെ. ദയനീയത എന്താണ് എന്ന് അറിയുമോ? എന്റെ നാടായ ഈ നാട്ടിലെ ഒരു ഇരയായ ഒരു പെണ്ണുകൂടെയാണ് ഞാൻ വിശ്വസിക്കുന്ന പ്രവർത്തിക്കുന്ന എന്റെ കോൺഗ്രസ് പ്രസ്ഥാനം എന്നെ അപമാനിച്ചിട്ടേ ഉള്ളൂ. എന്നെ ചൂഷണം ചെയ്ത വേട്ട ഡേഷ് കോഴിക്കോട് കോൺഗ്രസിന്റെ പ്രധാന പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയും പിന്നീട് അതിനെതിരെ ഞാൻ പ്രതികരിച്ചപ്പോൾ DCC അധ്യക്ഷൻ DCC സെക്രട്ടറിയെ ആ വേട്ട ഡേഷ് വക്കീലാക്കി കൊടുക്കുകയും
പിന്നീട് ഇപ്പോൾ ആ വക്കീലിനെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ പോലെ DCC ട്രഷറർ ആക്കുകയും ചെയ്ത ആളാണ്. എന്നിട്ടും ഇരയായ ആ DCC ഓഫീസിൽ പോകുന്ന എന്റെ ഗതികേട് ഒന്ന് ആലോചിച്ചു നോക്കൂ. കോൺഗ്രസിന്റെ നേതാക്കളായ VD സതീശൻ, രമേശ് ചെന്നിത്തല, രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമായ ധാരണയോടുകൂടെ അന്ന് മുതൽ ഇന്ന് വരെ രാഹുൽ മാങ്കൂട്ടത്തെ എതിർത്ത് മാറ്റി നിർത്തിയവരാണ്. അവരോടുള്ള ബഹുമാനം കൂടിയിട്ടേ ഉള്ളൂ. എന്നാൽ അവർക്ക് എതിരാളി ആയതുകൊണ്ടാണ് അവരെ ഒതുക്കതി എന്ന് പറയുന്ന വെട്ടുകിളി ഫാൻസിനോട് അവർക്കൊന്നും ഇവൻ ഒരു ഇരയല്ല എന്ന് മനസ്സിലാക്കുക. പിന്നെയും കോൺഗ്രസിൽ ഗതികെട്ട് നിൽക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ വീട്ടിലെ അരി വേവാനല്ല, ഇവരുടെ ഒന്നും തറവാട്ട് സ്വത്തല്ല കോൺഗ്രസ് എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടം അധികാരം ഉപയോഗിച്ച് നടത്തിയ പീഡനങ്ങൾക്ക് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഉത്തരം പറയേണ്ടത് ഇല്ല എന്നാണ് വിശ്വസിക്കുന്നത്. മറിച്ചൊരു പീഡനകന് വേണ്ടി അണികൾ പാർട്ടിയെയും നേതാക്കന്മാരെയും കളങ്കപ്പെടുത്തരുത്. ഇനിയും ഞാൻ എഴുതും, ഇവിടെ തന്നെ ഉണ്ടാവും, തുറന്നെഴുതാൻ തന്നെയാണ് തൂലിക പടവാൾ ആക്കിയത്, മറക്കേണ്ട ആരും. MA ഷഹനാസ്. സകല ബോധമുള്ള മലയാളികളോടും പറയാനുള്ളത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓരോ തെളിവുമായിട്ടും ഓരോ വിഷയങ്ങളുമായിട്ട് രംഗത്തെത്തുന്നത് ഏതെങ്കിലും BJP നേതാക്കന്മാരല്ല, ഏതെങ്കിലും CPM നേതാക്കന്മാരല്ല, മറിച്ച് യൂത്ത് കോൺഗ്രസിലെ വനിതാ നേതാക്കന്മാരുൾപ്പെടെ കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെയാണ് രംഗത്തെത്തിയിട്ട് രാഹുൽ അത്തരക്കാരനാണ്, രാഹുൽ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കോൺഗ്രസിന്റെ അകത്തെ ആളുകൾ തന്നെയാണ്. ഇന്നും ഈ ഷാഫി പറമ്പിൽ എന്ന വ്യക്തി കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലും എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് എന്നുള്ളതും ഈ MA ഷഹനാസ് എന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറയുമ്പോൾ ഏതൊരാൾക്കും ഏതൊരു മലയാളിക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഷാഫി പറമ്പിലും കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് കാര്യങ്ങൾ അറിയാമായിരുന്നു. എന്തിനു വേണ്ടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പേ സകല കാര്യങ്ങളും വെട്ടിത്തുറന്ന് MA ഷഹനാസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ ഷാഫി പറമ്പിലിനോട്. അത് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ തെളിവുകളും എന്റെ കയ്യിലുണ്ട് എന്ന് MA ഷഹനാസ് പറയുന്നു. കോൺഗ്രസ് ഒക്കെ വരുന്ന ത്രിതല പഞ്ചായത്ത്, വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പോട് കൂടിയിട്ട് ഉപ്പുവെച്ച കലം പോലെ ആവുക. ബോധമുള്ള മലയാളികൾക്ക് ഈ കോൺഗ്രസിലൊക്കെ എന്ത് വിശ്വസിച്ചിട്ടാണ് വനിതാ നേതാക്കന്മാർ രംഗത്തെത്തി പറയാ കോൺഗ്രസ് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്ന്? വരുന്ന തിരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ് തകർന്ന് തരിപ്പണാവുന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.